MK Fabrics റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് My Wedding, My MK Fabrics, MK Road, Kollam. Signature Groom and Bride, opposite Shangas Hospital, Kollam. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. MK ഫാബ്രിക്സിന്റെ റമദാൻ ആശംസകൾ. ദുഃഖത്തിൻ മാറാല നീക്കണേ സുബ്ഹാനേ, റമളാൻ വ്രതം എന്നിൽ തുണയേകണേ നാഥ. അല്ലാഹുവിൻ കാരുണ്യം ചൊരിയും റമളാൻ മാസം, രാപ്പകൽ ഇബാദത്തിൽ മുഴുകും പുണ്യമാസം. അസ്സലാമു കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട ഉസ്താദ് സിറാജുദ്ദീൻ അൽകാസിമി പത്തനാപുരം റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ, അമ്മാ ബഅദ്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാനിൻ്റെ 7ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇന്ന് വരെ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഈ പരിശുദ്ധമായ റമളാനിൽ MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ബയാനിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും അൽഹംദുലില്ലാഹ് സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അവർക്കും നമുക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിൻ്റെ ആദ്യത്തെ 10 നമ്മളിൽ നിന്ന് വിട പറയാനുള്ള തയ്യാറെടുപ്പിലേക്ക് ഇൻഷാ അല്ലാഹ് 7ാമത്തെ ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ റമളാനിൻ്റെ ആദ്യത്തെ 10 ദിവസം അള്ളാഹുവിൻ്റെ റഹ്മത്ത് എങ്ങനെയെങ്കിലും നീ നേടിയെടുക്കണം, ഏതെല്ലാം വഴികളിലൂടെ എന്തൊക്കെ നന്മകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നേടിയെടുക്കാൻ കഴിയുമോ അത് നേടിയെടുക്കാൻ അള്ളാഹു തന്ന 10 ദിവസങ്ങളിൽ 6 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, നാം എത്രത്തോളം ശ്രദ്ധിക്കണം, എത്രത്തോളം നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ദിവസവും നമ്മൾ ഓരോ അറിവുകൾ പഠിക്കും. അൽഹംദുലില്ലാഹ്, ഇന്ന് നാം പഠിക്കുന്ന അറിവ്, നമ്മൾ ഈ കേൾക്കുന്ന അറിവ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൻ അബി റാഫി റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഗസല മയ്യിതൻ ഫഖതബ അലൈഹി ഗഫറല്ലാഹു ലഹു 40 കബീറത്തൻ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഹദീസാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി റാഫി റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്. നമ്മളെല്ലാവരും മരണ വീടുകളിൽ പോകുന്നവരാ, മയ്യത്തുകൾ കാണുന്നവരാ, നമ്മുടെ കുടുംബങ്ങളിൽ പലരും മരിക്കുമ്പോൾ നമ്മൾ പോകുന്നവരാ, അല്ലെങ്കിൽ കുടുംബത്തിലും മഹല്ലിലും പരിസരങ്ങളിലും നമ്മൾ മരിച്ച വീടുകളിലേക്ക് കടന്നു പോകുന്നവരാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ മരണ വീട്ടിൽ പോയി ഒരാൾ മയ്യത്ത് കുളിപ്പിച്ചു. നമ്മളിൽ എത്ര പേരാണ് മയ്യത്ത് കുളിപ്പിക്കുന്നവർ? നമുക്കതിനെക്കുറിച്ച് അറിയില്ല.
നമ്മൾ പഠിച്ചവരല്ല. സ്വന്തം വാപ്പയുടെ മയ്യത്ത്, സ്വന്തം ഉമ്മയുടെ മയ്യത്ത് പോലും കുളിപ്പിക്കാൻ അറിയാത്തവരാണ് നമ്മളിൽ പലരും. എന്നാൽ നബിതങ്ങൾ പഠിപ്പിച്ചത്, ഒരാൾ നബിതങ്ങളോട് ചോദിക്കുന്നു, എനിക്ക് നന്നാകണം നബിയെ, എനിക്ക് അബൂദർ റളിയല്ലാഹു തആല ഒരിക്കൽ നബിതങ്ങളോട് ചോദിച്ചു, എനിക്ക് നന്നാകണം. നമ്മളും പറയുന്നു, ഉസ്താദെ നിങ്ങൾ ഈ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഓരോന്നൊക്കെ പറയുമ്പോൾ അൽഹംദുലില്ലാ നമുക്ക് നന്നാകണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നമ്മൾ പറയുന്നൊരു വിഷയമാണ്, നമുക്ക് നന്നാകാൻ പറ്റുന്നില്ല. നമ്മൾ പറയുന്നത് നബിതങ്ങൾ പഠിപ്പിച്ചത് നന്നാകാനുള്ള എളുപ്പ വഴി എന്താ? നിന്റെ എല്ലാ ദുസ്വഭാവങ്ങളും മാറും. കള്ളുകുടിയും വ്യഭിചാരവും പലിശയും എല്ലാ വൃത്തികെട്ട ദുസ്വഭാവങ്ങളും മാറാനുള്ള വഴി അബൂദർ റളിയല്ലാഹു തആല നബിതങ്ങൾ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യാനാ. രണ്ടാമതായിട്ട് പറയും, നിങ്ങളൊരു മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മരിച്ച വീട്ടിൽ പോയച്ചേക്കണം, മയ്യത്ത് കുളിപ്പിക്കുന്നത് എവിടാന്ന് ചോദിക്കണം. മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലം എവിടാ? ആ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും, നമുക്ക് നന്നാകാൻ കഴിയും, നമ്മുടെ ദുസ്വഭാവങ്ങളൊക്കെ മാറും. കാരണം നമ്മളെപ്പോലെ ഓടിച്ചാടി നടന്ന ഒരു മനുഷ്യൻ, അവൻ ഓടണ്ട, ചാടണ്ട, മിണ്ടാതെ ഇങ്ങനെ കിടക്ക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മറിക്കുന്ന കുളിപ്പിക്കുന്ന ആൾക്കാർ. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുമെന്നാ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കേണ്ട ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു മയ്യത്ത് കുളിപ്പിച്ചു, ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ കൂടി, ഒരാളുടെ ജനാസ കുളിപ്പിക്കാൻ കൂടി. ഈ മയ്യത്ത് കുളിപ്പിക്കാൻ കൂടുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും? ആ മയ്യത്തിൻ്റെ പല കാര്യങ്ങളും നമ്മൾ കാണും. കാരണം അവർ സ്വന്തമായി കുളിക്കുകയല്ല, നമ്മൾ കുളിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ പല പല ന്യൂനതകൾ നമുക്ക് കാണാൻ പറ്റും ആ മനുഷ്യൻ്റെ ശരീരത്തിൽ. ആ ജനാസ കുളിപ്പിക്കുന്ന സമയത്ത് പലതും, ചിലർ മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ പുറത്ത് പറയാതെ വെച്ചിരിക്കുന്ന പല കാരണങ്ങളും ന്യൂനതകളും ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു ജനാസ കുളിപ്പിച്ചു, ആ ജനാസ കുളിപ്പിച്ചിട്ട് ആ ജനാസയിൽ കണ്ട ഒരു ന്യൂനത, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആരോടും പറയാതെ നാം മറച്ചു വെച്ചാൽ അള്ളാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്താ? ഒരു ജനാസ കുളിപ്പിച്ചപ്പോൾ ആ ജനാസയിൽ നമ്മൾ കണ്ട ഒരു ന്യൂനത ആരോടും പറയാതെ നമ്മൾ മറച്ചു വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 40 വൻപാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എത്ര വലിയ ഇവിടെ വൻപാപം, ചെറിയ പാപമല്ല, ചെറിയ പാപങ്ങളല്ല, വൻപാപം. കള്ളുകുടി, വ്യഭിചാരം, പലിശ, ഇതുപോലെയുള്ള വലിയ വലിയ പാപങ്ങൾ, വൻപാപങ്ങൾ, 40 വൻപാപം അള്ളാഹു പുറത്തു കൊടുക്കും. ഒരാളൊരു ജനാസ കുളിപ്പിക്കുമ്പോൾ ആ ജനാസയിൽ കണ്ട ഒരു ന്യൂനത പറയാതിരുന്നാൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാലും മനുഷ്യന്റെ സ്വഭാവം നോക്കിക്കേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി, നമ്മൾ മറ്റുള്ളവന്റെ ന്യൂനതയാ നോക്കുന്നത്, സ്വന്തം ന്യൂനത ആരും നോക്കത്തില്ല. നബിതങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബ്സിറു അഹദുക്കും, നബിതങ്ങൾ പറയുന്നു, മനുഷ്യൻ തൻ്റെ സഹോദരന്റെ കണ്ണിലുള്ള തുരുമ്പ് പോലും കാണുന്നതാ. നബിതങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, മനുഷ്യൻ തൻ്റെ സഹോദരന്റെ കണ്ണിലുള്ള തുരുമ്പ് പോലും അവൻ കാണും. ഒരാളുടെ കണ്ണിൽ ഒരു തുരുമ്പ് പറ്റിയാൽ മറ്റൊരാളുടെ കണ്ണിൽ പറ്റിയ തുരുമ്പ് അവൻ കാണും. എന്നാൽ നബിതങ്ങൾ പഠിപ്പിക്കുന്നു, എന്നാൽ അവന്റെ കണ്ണിൽ വല്ല മടല് പെട്ടുപോയാലും അവനത് കാണൂല. സ്വന്തം കണ്ണിൽ ഒരു മടലി, ഒരു കമ്പോ എന്തെങ്കിലും കണ്ണിൽ കയറിയിരിക്കുന്നു, അതവൻ കാണൂല. എന്നാൽ മറ്റൊരാളുടെ കണ്ണിൽ വീണ ഒരു പൊടി, ആ ന്യൂനത അവൻ കണ്ടുപിടിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര വ്യക്തമായ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനേക്കാളും ഒരു ഉദാഹരണം പറഞ്ഞു തരാനില്ല. സ്വന്തം കണ്ണിലെ മറ്റുള്ളവന്റെ കണ്ണിൽ കിടക്കുന്ന പൊടി നോക്കി കണ്ടുപിടിക്കും. സ്വന്തം കണ്ണിനകത്ത് കിടക്കുന്ന ഒരു വലിയ സാധനം, ഒരു കമ്പ് അല്ലെങ്കിൽ നല്ല ഒരെണ്ണ സാധനം, ഒരു മടല് കണ്ണിരിക്കുന്ന അത് കണ്ടുപിടിക്കില്ല. മറ്റുള്ളവന്റെ ന്യൂനത കണ്ടുപിടിക്കാനാണ് മനുഷ്യൻ തയ്യാർ. റമളാൻ മാസം നിങ്ങൾ ചിന്തിച്ചു വയ്ക്കേ, നമ്മൾ ഈ നോമ്പ് പിടിച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു, ആരെക്കുറിച്ചൊക്കെ പറയുന്നു. ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് ഇങ്ങനെ പറയാം നമ്മൾ, എന്നിട്ട് പറയാം എന്തിനാ മറ്റുള്ളവന്റെ കാര്യം പറയുന്നത്? നമ്മുടെ നോമ്പിന്റെ പ്രതിഫലം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വലിയ ഒരു പാഠം എന്താണ്? ഒരു ജനാസ കുളിപ്പിച്ചു, ആ ജനാസയിൽ ഒരു ന്യൂനത കണ്ടു, ആ കണ്ട ന്യൂനത പുറത്തിറങ്ങിയിട്ട് അവൻ്റെ മയ്യത്ത് അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു എന്ന് മറ്റുള്ളവരോട് അത് വിളിച്ചു പറയാതെ മിണ്ടാതെ നീ നടന്നാൽ നിനക്ക് 40 വൻപാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറയുന്നത്. MK ഫാബ്രിക്സിന്റെ റമളാൻ ആശംസകൾ.
എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹലോ. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. Signature Groom and Bride, opposite Shangas Hospital, Kollam. അമ്മേ, നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാർ എന്താ വിചാരിക്കുക? മോളൂസൻ അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. മോനെ, നന്നായിട്ടിരിക്കാൻ ഇവിടെ അല്ല വരേണ്ടത്. മോൻ പോകേണ്ടത് പ്രകൃതിയിലേക്കാണ്. പ്രകൃതി ചികിത്സയാ? പ്രകൃതി ചികിത്സയല്ല, പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. റമലാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാൻ എല്ലാ ദിവസവും വൈകിട്ട് 5:30 രാത്രി 11 മണിക്കും ഇടയത്താഴ് സമയം വെളുപ്പിന് 4 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. MK ഫാബ്രിക്സിന്റെ റമലാൻ ആശംസകൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ പറയുന്നു, ആരെങ്കിലും മരണപ്പെട്ട സഹോദരന് വേണ്ടി ഒരു ഖബറ് കുഴിച്ചു കൊടുത്തു. ഇന്നേ വരെ സ്വന്തം വാപ്പയ്ക്ക് ഖബർ കിട്ടുമ്പോൾ പോലും നമ്മൾ ഇറങ്ങിയിട്ടില്ല. പള്ളിക്കാട്ടിൽ ഖബറ് കുഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങ് നടന്നു പോകുന്നു. ഒന്ന് സഹായിക്കുവാനോ ഒന്ന് പോകാനോ നമ്മൾ തയ്യാറാകുന്നില്ല. നമ്മൾ ആ ഖബറ് കുഴിക്കുന്നതിൽ ഒന്ന് പങ്കാളിയാവുകയും അൽഹംദുലില്ലാ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഖിയാമത്ത് നാളുവരെ ദുനിയാവിൽ ഒരു മനുഷ്യൻ ജീവിക്കുന്ന ഒരു വീട് വെച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണമില്ല. 10, 15, 20 ലക്ഷം രൂപ ഒരാൾക്ക് ഒരു പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റണമെന്നില്ല. പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാകണമെന്നില്ല. പക്ഷെ ഒരാൾക്ക് ഖബറ് കുഴിച്ചു കൊടുത്താലോ ആ മനുഷ്യൻ ഖിയാമത്ത് നാൾ വരെ ആ ഖബറിന്റെ അകത്ത് ഇസ്രാഫീൽ എന്ന മലക്ക് 2ാമത് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതുന്നത് വരെ ആ മനുഷ്യൻ ആ ഖബറിനകത്ത് കിടക്കുമ്പോൾ അള്ളാഹു തരുന്ന പ്രതിഫലം, ആ മരിച്ച മനുഷ്യന് ഒരു വീട് പണിതു കൊടുത്ത പ്രതിഫലം അള്ളാഹു തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഖബറ് കുഴിച്ചു കൊടുത്ത, ഒരു ഖബറ് കുഴിക്കുമ്പോൾ ഒന്ന് കൂടിയാൽ, ഒന്നല്പം മണ്ണ് വെട്ടിയെടുക്കാൻ കൂടിയാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നാളെ പരലോകത്തേക്ക് എഴുന്നേറ്റ് വരുന്നത് വരെ ആ പാവപ്പെട്ട മനുഷ്യൻ ഒരു വീട് വെച്ച് കൊടുത്ത പ്രതിഫലം. അൽഹംദുലില്ലാ, അത്ര വലിയ പ്രതിഫല സഹോദര. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു 2ാമത്തെ പ്രതിഫലമാണ് ഒരു മരിച്ച മയ്യത്ത്, ആ മയ്യത്തിനൊരു ഖബറ് കുഴിക്കുമ്പോൾ ആ ഖബറ് കുഴിക്കുന്നതിൽ പങ്കാളിയാകുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വലിയ ഒരു പ്രതിഫലമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു വീട് വെച്ച പ്രതിഫലം അള്ളാഹു തരുമെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമതായിട്ട് നബി തങ്ങൾ പറയുന്നു, ഒരു ജനാസയ്ക്ക് കഫം കൊടുത്താലോ പൊതിയാനുള്ള 3 കഷ്ടം തുണി, ആ വെള്ളത്തുണി നമ്മൾ വാങ്ങിച്ചു കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? ഒരു ത്രിയവുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ജനാസയ്ക്ക് കഫൻ തുണി വാങ്ങിച്ചു കൊടുത്താൽ നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പട്ടിന്റെ വസ്ത്രം അള്ളാഹു തരും. ഒരു ജനാസ മരിച്ചുപോയ ഒരു മയ്യത്തിന് ധരിപ്പിക്കാനുള്ള കഫൻ തുണി, പൊതിയാനുള്ള തുണി വാങ്ങിച്ചു കൊടുത്തതിലൂടെ അള്ളാഹു നമുക്ക് തരുന്ന പ്രതിഫലം. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് പട്ടിന്റെ വസ്ത്രം അള്ളാഹു നമുക്ക് തരും, സ്വർഗത്തിന്റെ വസ്ത്രം അള്ളാഹു നമുക്ക് തരും. അത്രത്തോളം പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. പക്ഷെ എന്ത് ചെയ്യാൻ, അതിനൊന്നും വലിയ പരിഗണന ജനങ്ങൾ കൊടുക്കുന്നില്ല. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മരിച്ച മയ്യത്തിനോട് നമ്മൾ കാണിക്കേണ്ട ജീവിച്ചിരിക്കുന്നവനോട് കാണിക്കുന്നില്ല. ഈ പരിശുദ്ധമായ റമളാനിൽ എന്തെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട മാസമാ. വസ്ത്രമില്ലാത്തവരുണ്ട്, കഴിക്കാൻ ഭക്ഷണമില്ലാത്തവരുണ്ട്, രോഗികളായി കിടക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നമ്മുടെ സ്വന്തം കുടുംബങ്ങളിലുണ്ട്. ഈ വിശുദ്ധമായ റമളാൻ മാസം വന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്നില്ലെങ്കിൽ, നമ്മളുടെ മനസ്സ് തുറക്കാൻ കഴിയുന്നില്ലെങ്കിൽ
ഇനി ഏത് കാലത്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സഹോദര, ഓരോ റമദാനിൻ്റെ ഒന്നാമത്തെ രാവിലെ തന്നെ ഈ ലോകത്തുള്ള സർവ്വ ഇബിലീസുകളെയും സർവ്വ ശൈത്താന്മാരെയും അള്ളാഹു മലക്കുകൾ ചങ്ങലക്കിട്ട് കഴിഞ്ഞു. എല്ലാ ശൈത്താന്മാരെയും ചങ്ങലക്കിട്ട് പൂട്ടി അല്ലാ. നരകത്തിൻ്റെ വാതിൽ അല്ലാ അടച്ചു, സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു. റയ്യാൻ എന്ന് പറയുന്ന ഒരു വാതിൽ നോമ്പുകാരന് വേണ്ടി തുറന്നിട്ട് കാത്തിരിക്കുന്നു. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്പം നമ്മൾക്ക് ഈ റമളാൻ മാസത്തിൽ പോലും നന്മ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മളുടെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ ഏതാ? നമ്മുടെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ ഏതാ? നമ്മൾ ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുസ്വഭാവങ്ങളൊക്കെ മാറ്റ്. അൽഹംദുലില്ലാ. എന്നിട്ട് നാം ഒരുപാട് നോമ്പും പിടിച്ചുകൊണ്ട് ഒറ്റയ്ക്കിരുന്നു കൊണ്ട് പാട്ട് കേൾക്കുന്നു, ഫേസ്ബുക്കിൽ കയറിയിരിക്കുന്നു, ഇൻസ്റ്റാഗ്രാമിൽ കയറിയിരിക്കുന്നു, വീഡിയോസുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ആവശ്യമില്ലാതെ ഫോൺ വിളിച്ചുകൊണ്ട് സമയം പാഴാക്കി കളയുന്നു. ഖുർആൻ ഒന്ന് കൈകൊണ്ട് തൊടാൻ, അൽഹംദുലില്ലാ, ദിക്റുകൾ പറയാൻ, എന്തെല്ലാം നന്മകൾ. ഒന്നുമില്ലെങ്കിൽ കിടന്നുറങ്ങാമല്ലോ സഹോദരങ്ങളെ, അതിനും കൂലിയുണ്ടല്ലോ. അള്ളാഹുടെ മുമ്പിലൊന്നും പറയേണ്ട. ഉറങ്ങിയതിൻ്റെ പേരിൽ ആർക്കും അള്ളാഹു നരകം കൊടുക്കൂല. മിണ്ടാതിരുന്നു, അത്ര തന്നെ. അൽഹംദുലില്ലാ. അമിതമായി സംസാരിക്കുന്നത് ഒഴിവാക്ക്. എന്നിട്ട് കണ്ണുകളും ചെവിയും വയറിന് മാത്രം നോമ്പാവാതെ കണ്ണിനും ചെവിക്കും വായിനും എല്ലാ ശരീരത്തിൻ്റെ അവയവങ്ങൾക്കും നോമ്പ് അൽഹംദുലില്ലാ നമുക്ക് കൊടുക്കാൻ കഴിയണം. അപ്പോഴാണ് നോമ്പാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത്, നമ്മൾ സ്വന്തം ന്യൂനത നോക്ക്, മറ്റുള്ളവൻ്റെ ന്യൂനത നോക്കരുത്, മറ്റുള്ളവൻ്റെ ന്യൂനതയിലേക്ക് നോക്കരുത്. അതുപോലെ മറ്റുള്ളവൻ്റെ ന്യൂനത പറയരുത്. ഒരു ജനാസയുടെ ന്യൂനത പോലും പറയരുതെന്ന. അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം. 2, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് കഴിയുന്ന മരിച്ചുപോയ മയ്യത്തിന് കഫൻ തുണി വാങ്ങിച്ചു കൊടുക്കുന്നതിലൂടെ അൽഹംദുലില്ലാ പട്ടുവസ്ത്രം അള്ളാഹു നമുക്ക് തരികയാണ്. അള്ളാഹു നമ്മളെ ധരിപ്പിക്കുകയാണ്. ഒരു ഖബർ കുഴിക്കുന്നതിൽ പങ്കാളിയായാൽ ഒരു വീട് വെച്ചു കൊടുത്ത പ്രതിഫലം അള്ളാഹു തരുമെന്ന് മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ. ഈ പഠിച്ച നന്മകൾ ഇതൊരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ വെറുതെ തള്ളിക്കളയാതെ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ എപ്പോഴുണ്ടാകില്ല. ഒരു മയ്യത്ത് കുളിപ്പിക്കുവാൻ, ഒരു കഫൻ തുണി വാങ്ങിച്ചു കൊടുക്കുവാൻ, ഒരു ഖബർ കുഴിക്കുവാൻ അവസരം കിട്ടുമ്പോൾ അൽഹംദുലില്ലാ അതിൽ പങ്കാളികളാക്. ഒരല്പമെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്യ്. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്, രോഗികളായി കിടക്കുന്നവരുണ്ട്, ഒരു നോമ്പ് പോലും പിടിക്കാൻ കഴിയാത്തവരുണ്ട്. കരുണക്കടലായ റബ്ബ്, പടച്ചവനെ നീ അവർക്ക് ശിഫ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കണേ തമ്പുരാനെ. ഇബാദത്തിന് തടസ്സം വരുന്ന രോഗങ്ങളെ തൊട്ട് അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അള്ളാഹുവെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. MK ഫാബ്രിക്സിന്റെ റമളാൻ ആശംസകൾ. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന റമളാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാനിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഉസ്താദെ, അല്ലാഹു തആല നോമ്പ് നമുക്ക് നൽകിയതുപോലെ മുൻകാല സമൂഹങ്ങൾക്കും നൽകിയിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അത് എപ്രകാരമായിരുന്നു? നമ്മുടെ നോമ്പ് പോലെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകിയതുപോലെ ആയിരുന്നുവോ? ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. ചോദിച്ചിരിക്കുന്നത് റാഹില കബീറാണ്, മലപ്പുറത്ത് നിന്നും. അൽഹംദുലില്ലാ, നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോമ്പുള്ളതുപോലെ നമ്മുടെ മുൻഗാമികൾക്കും നോമ്പുണ്ടായിരുന്നു. നമ്മുടെ നോമ്പ് പോലെയായിരുന്നു അവരുടെ നോമ്പെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ചോദ്യം ചോദിച്ചത് സഹോദരിയാണ്. അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നത് നമ്മുടെ മുൻഗാമികൾക്ക് നോമ്പുണ്ടായിരുന്നു എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നമ്മുടെ മുൻഗാമികൾക്കും നോമ്പുണ്ടായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നോമ്പ് പോലെയായിരുന്നു അവരുടെ നോമ്പ്.
റമളാ മാസത്തിൽ നമുക്ക് 30 ദിവസം നോമ്പുണ്ട്. അവർക്ക് 30 ദിവസമായിരുന്നു നോമ്പ്. നമ്മളെപ്പോലെ സുബഹി മുതൽ മഗ്രിബ് വരെ ആയിരുന്നു അവരുടെ നോമ്പ്. ഫർളുകൾ എന്താണ്, സുന്നത്തുകൾ എന്താണ്, ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചൊന്നും അധികമായിട്ട് ഇങ്ങനെ കിതാബുകളിൽ പറയുന്നതോ അത് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് പ്രത്യേകമായി പറഞ്ഞതൊന്നും പഠിച്ച അറിവുമില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് മുൻഗാമികൾക്ക് നോമ്പുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ അത് നമ്മുടെ നോമ്പ് പോലെ ആണോ ഇല്ലയോ എന്നുള്ളതാണ്. പല അഭിപ്രായങ്ങളും പല ഗ്രന്ഥങ്ങളിലും കാണാനുണ്ട്. അപ്പോൾ എന്തായാലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട് നമ്മുടെ മുൻഗാമികൾക്ക് നോമ്പുണ്ടായിരുന്നു എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ നോമ്പിന്റെ പരിപൂർണ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പ് തുറക്കുന്നത് കഅബയ്ക്ക് അഭിമുഖമായി ഇരുന്നു വേണമെന്നും അത് കാരയ്ക്ക കൊണ്ട് തന്നെ ആയിരിക്കണമെന്നും പറയുന്നത് ശരിയാണോ? ചോദിച്ചിരിക്കുന്നത് സുൽഫത്ത് ബീവിയാണ്, പെരുമാതുറ നിന്നും. അൽഹംദുലില്ലാ, നല്ല ചോദ്യമാണ്. കഅബാലയത്തിൻ്റെ നേരെ, കിബിലയുടെ നേരെ ഇരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ. കാരയ്ക്ക കൊണ്ട് വേണം നോമ്പ് തുറക്കേണ്ടത് എന്ന് എവിടെയോ കേട്ടിട്ടുണ്ടെന്നാണ് സഹോദരി പറയുന്നത്. അൽഹംദുലില്ലാ, ഈത്തപ്പഴം കൊണ്ട്, ഈത്തപ്പഴത്തിൽ ഏറ്റവും നല്ലത് കൊണ്ട് നോമ്പും തുറക്കണമെന്നാണ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ. അഫ്ളൽ ഏറ്റവും നല്ലത് ഈന്തപ്പഴത്തിൽ ഏറ്റവും നല്ലത് കൊണ്ട് ചെയ്യുക. പിന്നെ കഅബാലയത്തിൻ്റെ നേരെ, കിബിലയുടെ നേരെ ഇരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുആഇന് ഇജാബത്തുള്ള സമയമാണ് നോമ്പ് മുറിക്കുന്ന സമയം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറയുമില്ലാതെ ഒരു അടിമയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയമാണ് നോമ്പ് മുറിക്കുന്ന സമയം. ആ സമയത്ത് ദിക്റും ദുആകളും ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പം നമ്മൾ എപ്പോഴും ദുആയും ദിക്റും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുമ്പോൾ എപ്പോഴും കിബിലയുടെ നേരെ നിന്ന് വേണമെന്നല്ലേ? ദുആ ചെയ്യുമ്പോഴാണെങ്കിലും ഖുർആൻ ഓതുമ്പോഴാകുമ്പോൾ ഏത് കാര്യം ചെയ്യുമ്പോഴും കിബിലയുമായി നമുക്ക് വല്ലാത്തൊരു ബന്ധമുണ്ട്. നിസ്കരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഒരാൾക്ക് എല്ലാ വിഷയങ്ങളിലും, നമ്മൾ ഉറങ്ങുന്നത് പോലും, ഒരാൾ കിടന്ന് ഉറങ്ങുമ്പോൾ എങ്ങനെ നടക്കണേ? കിബില കാണുന്ന രീതിയിലാണ്. നിസ്കരിക്കുമ്പോൾ മാത്രമല്ലല്ലോ, കിബില കാണുന്ന രീതിയിലാണ് ഒരു മനുഷ്യൻ കിടക്കുന്നത്. ഇനി സക്കറാത്തിന്റെ അവസ്ഥയിലാണെങ്കിലും കിടത്തുന്നത് കിബില കാണുന്ന രീതിയിലാണ്. ഇനി ഒരാൾ മരിച്ചാൽ ആ മരിച്ചാളെ കിടത്തുന്നത് കിബിലയുടെ നേരെയാ. ഇനി ഖബറിനകത്ത് കൊണ്ടുവെക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖം കിബിലയുടെ നേരെ ഇരിക്കുന്ന രീതിയിലാണ് ചെയ്തത്. അപ്പൊ കിബിലയുമായി നമുക്ക് വല്ലാത്തൊരു ബന്ധമുണ്ട്. അപ്പൊ അള്ളാഹുവെ അദബ് മര്യാദയോടുകൂടി കിബിലയുടെ നേരെ ഇരുന്നു കൊണ്ട് ദുആ ചെയ്താൽ ദുആയ്ക്ക് ഇജാബത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലത് അതുകൊണ്ടാണ് ആ സമയത്ത് കിബിലയുടെ നേരെ ഇരിക്കുകയും പിന്നെ ഈത്തപ്പഴത്തിൽ ഏറ്റവും നല്ലത് കഴിച്ചുകൊണ്ട് നോമ്പ് തുറക്കുക എന്ന് പല ഗ്രന്ഥങ്ങളിൽ കാണാം. അഫ്ളൽ അതാണെന്ന് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. My wedding, my MK Fabrics, MK Road, Kollam. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം. അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. ഗ്രൗണ്ട് ഫ്ലോർ ഈസ് കോൾഡ് സീസൺസ് ആൻഡ് ഇസ് ഫോർ പാർട്ടി വെയർസ് ആൻഡ് സൽവാസ്. First floor Chitragar lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. ഡിസൈനേഴ്സിനോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യുണീക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride, opposite Shangas Hospital, Kollam. അമ്മേ, ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാർ എന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും
ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. എനിക്കിനി ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങാൻ പറ്റുമോ? പണ്ട് എനിക്കിതുപോലൊരു ഇഞ്ചുറി വന്നപ്പോൾ എന്റെ കരിയർ നഷ്ടപ്പെടുന്നു ഞാൻ കരുതിയതാ. അന്ന് എന്നെ സേവ് ചെയ്യാൻ പ്രകൃതി ഉണ്ടായിരുന്നു. നിന്നെ സേവ് ചെയ്യാനും പ്രകൃതി കാണും. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. റമലാൻ സ്പെഷ്യൽ പ്രോഗ്രാം അൽബയാൻ എല്ലാ ദിവസവും വൈകിട്ട് 5:30 രാത്രി 11 മണിക്കും ഇടയത്താഴ് സമയം വെളുപ്പിന് 4 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. MK ഫാബ്രിക്സിന്റെ റമലാൻ ആശംസകൾ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും നല്ല ചോദ്യം അൽഹംദുലില്ലാ. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് MK സിഗ്നേച്ചർ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊല്ലം ജില്ലയിൽ അറിയപ്പെടുന്ന വലിയ ഒരു സ്ഥാപനമാണ്, വസ്ത്ര സ്ഥാപനമാണ്. അൽഹംദുലില്ലാ, ബഹുമാനായ നാസറുദ്ദീൻ സാഹിബും കുടുംബവുമാണ് അതിൻ്റെ പ്രവർത്തകർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ഖൈറും ബറക്കത്തും ഐശ്വര്യവും അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാ, ഏറ്റവും നല്ല രണ്ടാമത്തെ ചോദ്യം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അട്ടക്കുളങ്ങരയിലുള്ള അറഫ ഗോൾഡ് ആണ്. അൽഹംദുലില്ലാ, ലത്തീഫ്, അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന സഹോദരൻ, അൽഹംദുലില്ലാ, അവരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, മൂന്നാമത്തെ ഒരു ചോദ്യം, നല്ല ഒരു ചോദ്യം അൽഹംദുലില്ലാ തെരഞ്ഞെടുക്കുമ്പോൾ ആ ചോദ്യം അതിന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൽഹംദുലില്ലാ പ്രകൃതി ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി. അവരുടെ ഒരുപാട് ബ്രാഞ്ചുകൾ കേരളത്തിന്റെ പല പല സ്ഥലങ്ങളിൽ, മലപ്പുറം ജില്ലയിൽ വരെ അൽഹംദുലില്ലാ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഷഫീഖ് ഡോക്ടറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ഐശ്വര്യവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തെ കുടുംബസമേതം അല്ലാഹു സ്വർഗ്ഗത്തിൽ എത്തിക്കുമാറാകട്ടെ. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട വിലാസം: അൽബയാൻ, ദാറുൽ ഇഷ്ക്, TC 49/416, SNRA 111, കുത്തുകല്ലുംമൂട്, മണക്കാട് PO, തിരുവനന്തപുരം 9. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽബയാൻ 2025 അൽഹംദുലില്ലാ അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ MK ഫാബ്രിക്സ് ആണ്, കൊല്ലം. അൽഹംദുലില്ലാ, ഒരുപാട് വർഷങ്ങളായിട്ട് ലക്ഷങ്ങൾ ഇപ്പോൾ ചെലവഴിച്ചുകൊണ്ട് എല്ലാ വർഷവും നടക്കുന്ന ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് വാശിയോടുകൂടി നിൽക്കുന്ന 3 സഹോദരങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. നാസറുദ്ദീൻ സാഹിബും ഷറഫുദ്ദീൻ സാഹിബും നിസാറുദ്ദീൻ സാഹിബും, ഈ 3 കൂടപ്പിറപ്പുകൾ അവരെന്നും അൽഹംദുലില്ലാ ദീനിന്റെ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഈ റമളാനിലെ ഈ അൽബയാൻ എന്ന് പറയുന്ന പരിപാടി സ്പോൺസർ ചെയ്യാൻ അവർ മുൻപന്തിയിൽ നിൽക്കുന്നവരാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൂടപ്പിറപ്പുകളുടെ സ്നേഹബന്ധം അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അവരെ കുടുംബസമേതം അല്ലാഹു സ്വർഗ്ഗത്തിൽ എത്തിച്ച് അവരെ കുടുംബസമേതം അല്ലാഹു സ്വർഗ്ഗത്തിൻ്റെ അവകാശികളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, എല്ലാ ദിവസവും ക്ലാസ് കേൾക്കുന്നവരോട് ഇൻഷാ അല്ലാ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ കാണുന്ന അഡ്രസ്സിൽ ഇൻഷാ അല്ലാ നിങ്ങൾ എഴുതി അറിയിക്കുക. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ നാളെ ഇതേ സമയത്ത് ഈ ചാനലിലൂടെ തന്നെ അൽഹംദുലില്ലാ നമുക്ക് പുതിയ ഒരു അറിവുമായിട്ട് കടന്നു വരാം, ഒരു പുതിയ നന്മ പഠിക്കാം. അല്ലാഹു അതിനുള്ള അവസരവും ഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പരസ്പരം ദുആ ചെയ്യണമെന്നുള്ള വസിയ്യത്തോടെ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. MK ഫാബ്രിക്സിന്റെ റമളാൻ ആശംസകൾ. MK ഫാബ്രിക്സ് റംസാൻ മൊഴിമുത്തുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മൈ വെഡിങ് മൈ MK ഫാബ്രിക്സ്, MK റോഡ്, കൊല്ലം. സിഗ്നേച്ചർ ഗ്രൂം ആൻഡ് ബ്രൈഡ് ഓപ്പോസിറ്റ് ശങ്കസ് ഹോസ്പിറ്റൽ, കൊല്ലം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ.